എല്ലാവർക്കും മന്നാസ് രുചിക്കൂട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് കൊച്ചിയിൽ തന്നെയുള്ള ഒരു പ്രത്യേക ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിലാണ്. ഈ റെസ്റ്റോറൻറ്റിന്റെ പേര് ദ മുയൽ റെസ്റ്റോറൻറ്റ് എന്നാണ് പേരിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ റെസ്റ്റോറൻറ്റിന്റെ പ്രത്യേകത. അതായത് ഈ ഇവിടെ കിട്ടുന്നത് മുയൽ കൊണ്ടുള്ള വിഭവങ്ങൾ, മുയൽ ഇറച്ചി കൊണ്ടുള്ള വിഭവങ്ങളാണ് ഇവിടെ കിട്ടുന്നത്. വ്യത്യസ്തമായ വിഭവങ്ങൾ, അത് മുയലിറച്ചി മാത്രമേ ഉള്ളൂ ഇവിടെ, പ്രത്യേകത തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണ്, എന്തൊക്കെ വിഭവങ്ങളാണ് ഉള്ളത്, ഇതെവിടെയാണ് സ്ഥിതി ചെയ്യണത്, എല്ലാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം, എനിക്ക് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം. ആദ്യം തന്നെ ഈ റെസ്റ്റോറൻറ്റിലേക്കുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വൈറ്റില തൈക്കുടം റൂട്ടിൽ നിന്ന് നമുക്ക് നേരെ ബണ്ട് റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിലെത്തും. അതേപോലെ തന്നെ കടവന്തറ വഴി ചിലവന്നൂർ ബണ്ട് റോഡിൽ നമുക്ക് കയറിയാലും ഇവിടെ എത്താവുന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മുയൽ റെസ്റ്റോറൻറ്റിൻ്റെ രണ്ട് ഓണേഴ്സ് ഇവരാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം, എന്തൊക്കെയാണ് ഇവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിച്ചറിയാം. പേരൊന്ന് പറയാനുണ്ട്. എത്ര നാളായിട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്? ഇവിടെ വന്നത് അപ്പം നേരത്തെ ആയിക്കോട്ടെ തട്ടുകടയായിട്ട് അവിടെ എത്ര നാളായിരുന്നു? അപ്പം അവിടെ ഒരു ഒന്നര വർഷം തട്ടുകടയായിരുന്നു. 1.5 വർഷം. ഇവിടെ തുടങ്ങിയിട്ട് എങ്ങനെയാണ് എങ്ങനെ ഈ ടീം വന്നത്? മുയൽ റെസ്റ്റോറൻറ്റ് എന്നെല്ലാം ഇറച്ചി കൂടുതലും ഞങ്ങളുടെ കയ്യിലുള്ള സോഴ്സ് മുയലായിരുന്നു. ഫാമുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് റാബിറ്റ് ആയതുകൊണ്ട് അതിനെ വെച്ചിട്ട് ഒരു ചെറിയൊരു സ്ട്രീറ്റ് ഷോപ്പ് പോലെ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വിഭവങ്ങൾ? ഇവിടെ മുയലിൻ്റെ ഒരു ടൈം ലാബ് വെച്ചിട്ട് ആൾക്കാർ ഈവനിങ് സമയത്ത് റാബിറ്റ് സൂപ്പും കട്ട്ലൈറ്റും കഴിക്കാൻ വേണ്ടി മാത്രം ആൾക്കാർ വരാം. അതിന് റെഗുലർ കസ്റ്റമേഴ്സ് തന്നെയുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ സദ്യ കഴിക്കുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഫുഡീസ് വരാം. ഇതുപോലെ നമുക്ക് 4 വിഭവങ്ങളേ ഉള്ളൂ. 4 വിഭവങ്ങളും കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. 4 വിഭവങ്ങൾ എന്ന് പറയുന്നത് ഈ സൂപ്പും കൂടെ ഉൾപ്പെടെയാണ്? അല്ല, കറിയായിട്ട് 4 ഐറ്റംസ് ആണ് ഉള്ളത്. ഏതൊക്കെയാണെന്ന്? മുയൽ കൊണ്ടാട്ടം, മുയൽ കാന്താരി, മുയൽ മുട്ടാരി, പാകിസ്ഥാനി മുയൽ മസാല. അത് ഒരു വെറൈറ്റിയാണ്. ലിവർ വീക്ക്ലി കൂടീസ്. ഓക്കെ. അപ്പം നമ്മുടെ ടൈമിങ് എങ്ങനെ ഇവിടെ വരുന്നത്? ഇവിടെ ഞങ്ങൾ ഉച്ച കഴിയുമ്പോഴാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ. അത് കൂടുതൽ ആൾക്കാർ വരുന്നത് നൈറ്റ് ആകുമ്പോഴേ വരുള്ളൂ. നൈറ്റാണ് കൂടുതൽ അപ്പോൾ സെയിൽസ് നടക്കുക? നൈറ്റിലെ വരുന്നത് 12 മണി വരെ. 12 വരെ ഉണ്ട്. ഓക്കെ. അപ്പോൾ 12 o'clock വരെ, രാത്രി 12 വരെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. വീക്ക് ഡേയ്സ് മാത്രമല്ല, സാറ്റർഡേ സൺഡേ എങ്ങനെയാണ്? അത് സൺഡേ ഓഫാണ്. ഓക്കെ. അപ്പോൾ സൺഡേ വെച്ച് ബാക്കി എല്ലാ ദിവസവും നമുക്ക് ഇവിടെ റാബിറ്റ് ഇറച്ചികൾ നമുക്ക് കിട്ടും, കറികൾ. അതല്ലാതെ ഇതിലേക്ക് റാബിറ്റ് ഇറച്ചി മാത്രമേ കിട്ടും. ഇപ്പം വിഭവം അല്ലാതെ, റെസിപ്പി അല്ലാതെ കൊടുക്കുമോ നിങ്ങൾ? അങ്ങനെ പ്രഷർ കൊടുക്കുന്നുണ്ട്. 1 day ബിഫോർ കസ്റ്റമേഴ്സ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് നിയർ ആണെങ്കിൽ എത്തിച്ച് കൊടുക്കും, അല്ലെങ്കിൽ ഒന്ന് കളക്ട് ചെയ്യാം. ഓക്കെ. കട്ട് ചെയ്തെല്ലാം നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യേണ്ട അൽഫാമിൻ്റെ രീതിയിലുള്ള അങ്ങനെ ഫുള്ളായിട്ട് വേണമെന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കും. അതും ഉണ്ടല്ലേ. അപ്പം നല്ലൊരു ഇൻഫോർമേഷനാണ്. കാരണം ഇപ്പോൾ കറി അല്ലാതെ മീറ്റായിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിലും നമ്മളുടെ ഇവിടെ വന്ന് ഇനി നിങ്ങൾക്ക് ഒരു ദിവസം മുമ്പ് വിളിച്ച് പറഞ്ഞാൽ മാത്രം മതി, ഇവർ ഇന്ന് കൊടുക്കുന്നതാണ്. അപ്പം അത് നമുക്ക് നല്ലൊരു അറിവാണ്. ഏറ്റവും കൂടുതൽ പോകുന്ന റെസിപ്പി നിങ്ങളുടെ ഇവിടെ നിന്ന് സെയിലാണ് ഏറ്റവും കൂടുതൽ? ഇത് രണ്ടുമാണ്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ഉണ്ടാവുമല്ലോ. ഇത് നമുക്കും ടേസ്റ്റ് ചെയ്യാം. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ഞാനും നോക്കിയിട്ട് നിങ്ങളോട് അഭിപ്രായം പറയാം. അപ്പോൾ ഞങ്ങൾക്ക് ഏത് വേണമെന്നിട്ട് കൊണ്ടാട്ടോ കാന്താരി അത് രണ്ടൊന്നും എടുക്കുക. ഇനി ഞാൻ ഇവിടുത്തെ മുയൽ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് മുയൽ കാന്താരി എന്ന് പറയുന്നത്. അതുകൂടാതെ നമുക്ക് വേറെ റെസിപ്പി ആയിട്ടുള്ള മുയൽ കൊണ്ടാട്ടം ഉണ്ട്. എല്ലാം ഡിഫറെൻറ്റ് ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ അഭിപ്രായം ഞാൻ കഴിച്ചിട്ട് പറയാം. പിന്നെ ഇത് മുയൽ സൂപ്പാണ്, അതും വളരെ ടേസ്റ്റാണെന്നാണ് പറഞ്ഞത്. കൂടുതൽ പോകുന്നൊരു റെസിപ്പിയാണ്. പിന്നെ ഇതാണ് പാകിസ്ഥാനി മസാല എന്ന് പറയുന്ന റെസിപ്പി. ഇത് കൂടാതെ ഇവിടെ വേറെ മുയൽ നമ്മുടെ വിന്താലും ഉണ്ട്.
നമ്മുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ റോഡായതുകൊണ്ട് നല്ല സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും കേട്ടോ, വണ്ടികൾ പോകുന്നതിൻ്റെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ സൗണ്ട് ശരിക്കും കേൾക്കുന്നുണ്ട്, ഡിസ്റ്റർബ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, വേറെ വഴിയില്ല. അതുപോലെ തന്നെ ഇവിടെ വരുന്നവർ ഫുഡ് കഴിക്കാൻ ഇവിടെ അടുത്തുള്ളവർ കൂടാതെ ലോങ്ങിൽ നിന്ന് വരെ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ട് വന്ന് കഴിക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് അടുക്കളയിലൊന്ന് പതുക്കെ കയറി. ഇതാണ് റാബിറ്റ് കാന്താരി ഫ്രൈ അല്ലേ? അതെ, ഇത് റാബിറ്റ് കൊണ്ടാട്ടം. ഇത് രണ്ടിന്റെയും പ്രത്യേകത ഇത് കാന്താരി മുളകായിരിക്കും. ഇത് കാന്താരി മുളകായിരിക്കും ഇൻഗ്രീഡിയൻസ് മെയിൻ ഹൈലൈറ്റ് അതാണ്. ഓക്കെ, ഇത് കൊണ്ടാട്ടമാണ്. കൊണ്ടാട്ടം നോർമൽ ചില്ലി ടൊമാറ്റോ സോസിന് ചെറിയ നോർമൽ ചില്ലി ഇത് കണ്ടോ, ഇവിടെ അവരെ കുറിച്ച് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ്, ന്യൂസ് പേപ്പറിൽ വന്ന ആർട്ടിക്കിൾസാണ് അവരിവിടെ ഒട്ടിച്ച് നല്ല ഭംഗിക്ക് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള. അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് വന്നിട്ട് അവരുടെ ഫുഡ് കഴിച്ച് അവരുടെ അഭിപ്രായം വരെ അവരവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട വേറൊരു കാര്യം, ആംബിയൻസ്. ഞാൻ എടുക്ക് പറയുന്നുണ്ട്. നമ്മുടെ കായലിൽ താറാവും ഒക്കെ അവിടെ നീന്തി കളിക്കുന്നതും ഒക്കെ കണ്ട് നമുക്ക് നല്ല ഭംഗിക്ക് ആ കാഴ്ചകളൊക്കെ കണ്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇവിടെ വന്ന് ഇഷ്ടപ്പെടും. കാരണം ഫുഡ് കഴിക്കാം, മുയലിറച്ചി കൂട്ടി ഭക്ഷണവും കഴിക്കാം, ഒപ്പം തന്നെ കായലരികത്ത് വന്നിരുന്ന് ആസ്വദിക്കാനും പറ്റുന്ന ഒരു പ്ലേസാണ് കേട്ടോ. ചെറിയൊരു സ്പേസാണ് അവർ നല്ലൊരു റെസ്റ്റോറൻ്റ് ആക്കി എടുത്തിരിക്കുന്നത്. ആ സ്പേസ് അവർ ഉള്ളത് നല്ല ഭംഗിക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അവരത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓരോ സെറ്റിങ്സ് ആണെങ്കിലും ഓരോ കസേരകളാണെങ്കിലും ലൈറ്റ്സ് ആണെങ്കിലും എല്ലാം അതിൻ്റെതായ ഭംഗിക്കാണ് അവരത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ വന്നിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ കിട്ടും, നല്ലൊരു ആംബിയൻസ് ആണ്. പ്രത്യേകിച്ച് കായലിനരികത്തായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് നോക്കിയിരുന്ന് ഭക്ഷണം കഴിക്കാനും എല്ലാം പറ്റും. ഇപ്പോൾ 2 ഐറ്റമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. മുയൽ കൊണ്ടാട്ടവും മുയൽ കാന്താരി ഫ്രൈയും ആണ്. അവർ രണ്ടും റെഡി ആയിട്ടുണ്ട്. അവർ ഓരോന്നും ഇങ്ങോട്ട് എടുക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സൈഡിൽ നമുക്ക് കഴിക്കാൻ ഇടിയപ്പമുണ്ട്, അപ്പമുണ്ട്, പത്തിരിയുണ്ട്. ഞങ്ങൾ പത്തിരിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. കൂടെ ഒപ്പം നമുക്ക് കുടിക്കാൻ വേണ്ടി ലൈറ്റ് കട്ടൻ ചായയും ചൂടോടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങളോട് അഭിപ്രായം പറയാമേ. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യമേ മുയൽ കാന്താരി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ നല്ല എരിവുണ്ട്, നല്ല സ്പൈസും. വെറുതെ അല്ല അവർ പറഞ്ഞത് ടച്ചിങ്സിനൊക്കെ യൂസ് ചെയ്യാം എന്ന് പറഞ്ഞത് കാര്യമായിട്ട് തന്നെ. കാരണം നല്ല സ്പൈസാണ്. കാന്താരി മുളകിന്റെ എരിവ് നിങ്ങളോട് പറയണ്ട, അതേപോലെ എരിവാണ്, അന്ന് അതേപോലെ ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ എരിവുണ്ടോ? എന്നാലും എരിവുണ്ട്. ഇനി ഞാൻ ഇതും കൂടെ പറയാം, കൊണ്ടാട്ടം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് പറയാം. രണ്ട് ടേസ്റ്റ് ഉണ്ടോ? ഒരേ ഐറ്റം ആണെങ്കിലും വേറെ വേറെ ടേസ്റ്റ് ഉണ്ട്. ഇതിനാണെങ്കിൽ ചെറിയൊരു മധുരപ്പും, കൊണ്ടാട്ടത്തിന് ചെറിയൊരു നമ്മുടെ ടൊമാറ്റോ സോസ്, അവർ പറഞ്ഞ പോലെ ടൊമാറ്റോ സോസിന്റെ ഒക്കെ ഒരു ഫ്ലേവർ എല്ലാം വരുന്നുണ്ട് ഇതില്. നല്ലൊരു മധുരപ്പും ഉണ്ട്, എന്നാൽ എരിവും ഉണ്ട്. എരിവും തീരെ കുറവല്ല, എരിവുണ്ട്, ഒപ്പം മധുരമുണ്ട്. കാന്താരിക്കാണെങ്കിൽ പറയണ്ട, നല്ല കുരുമുളക്, നമ്മളെന്താ പറയാ, കാന്താരി മുളകിന്റെ ശരിക്കും ആ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട്. ഒരു എരിവിനായിട്ട് അത് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇവരുടെ റെസിപ്പീസിന്റെ ഇൻഗ്രീഡിയൻസും അങ്ങനെയുള്ള കാര്യമൊന്നും അവർ കൂടുതൽ പറയില്ല. അതൊക്കെ അവരുടെ സീക്രട്ടാണ്, നമുക്ക് അധികം ചോദിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് റാബിറ്റ് ഇറച്ചി, അതായത് മുയലിറച്ചിയുടെ പല വിഭവങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് പോകണം. ഇവിടെ വന്ന് നിങ്ങൾക്ക് എല്ലാ വെറൈറ്റീസും സൂപ്പ് വരെ കിട്ടും, കട്ടായിട്ടും എല്ലാം കിട്ടും. മോന് ഇഷ്ടമായോ?
വേണ്ടത് ഉണ്ടാക്കുന്നുണ്ടോ? ആണെങ്കിലും എല്ലാം നല്ല ഭംഗിക്കാണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളതാണ്. ഇതാണെങ്കിൽ ഒരു സൈക്കിളാണ്. ഈ സൈക്കിളിൻ്റെ ടയറിലാണ് അവർ 2 ഈ ബൾബ് കിടക്കുന്നത്. ഫുഡ് കഴിച്ച ശേഷം നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് നമ്മുടെ വാക്ക് വേയിൽ വന്നിരിക്കാം. നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നല്ല റിലാക്സ് ആയിട്ട് നമുക്കിവിടെ ഇരിക്കാനുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കാഴ്ചകളാണ്. അതുപോലെ തന്നെ ഈ സൈക്കിളൊക്കെ ഒരു നല്ല ഭംഗിക്കാണ് കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നും. അതേപോലെ നല്ലൊരു ഫീൽ നമുക്കിവിടെ കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ദ മുയൽ റെസ്റ്റോറൻറ്റിൻ്റെ വിഭവങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൊച്ചിയിൽ ചിലവന്നൂർ ബൺ റോഡിൻ്റെ അടുത്താണ് നമ്മളുടെ ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഈ വഴി പോകുമ്പോഴും പിന്നെ അതുകൂടാതെ മുയലിറച്ചി കഴിക്കണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വന്ന് ടേസ്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും വരും, അത് ഉറപ്പാണ്, 100% ഉറപ്പാണ്. കൂടാതെ ഈ മുയലിറച്ചിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 0% അത് 0% ഫ്രീ കൊളസ്ട്രോൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ എല്ലാവർക്കും എല്ലാം തീർച്ചയായിട്ടും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീറ്റാണ്. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാവുന്നൊരു സംഭവം തന്നെ ഇവിടുത്തെ ആംബിയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ആംബിയൻസ് തൊട്ട് മുമ്പിൽ തന്നെ കായലാണ്, ചിലവന്നൂർ കായലാണ്. അപ്പോൾ അതിൻ്റെ മുമ്പിലാണ് നമ്മളുടെ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരാ. കൊച്ചിയിൽ വരുന്നവരാണെങ്കിൽ ഇവിടെ വരുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്യരുത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കിന് കൊടുത്തിട്ട് അവിടെ ഒന്ന് ഓൾ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിടുന്ന എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ നല്ലൊരു രുചിക്കൂടെ അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. അതുവരെയ്ക്കും ബൈ ഫ്രണ്ട്സ്.